നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. സംസ്ഥാനത്ത് കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് വീണ്ടും പ്രഖ്യാപിച്ചു. തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ, വയനാട്, കോട്ടയം, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്നലെ 2 മരണം കൂടി. ആലപ്പുഴയിൽ തട്ടുകട തകർന്നു വീണ് 18കാരിയാണ് മരിച്ചത്. കടക്കരികിൽ നിൽക്കവേ തട്ടുകട മറിഞ്ഞ് പള്ളാത്തുരുത്തി സ്വദേശി നിത്യയുടെ ദേഹത്ത് വീഴുകയായിരുന്നു. ആലപ്പുഴ കൈനരിയിൽ വെള്ളത്തിൽ വീണ് ജലഗതാഗത വകുപ്പ് ജീവനക്കാരൻ മരിച്ചു. കൈനക്കരി കുറ്റിക്കാട്ടുചിറ മുളമറ്റം വീട്ടിൽ ഓമനക്കുട്ടൻ 55 ആണ് മരിച്ചത്. കൈനക്കരി കനകശ്ശേരി പാടശേഖരത്തിന്റെ പുറംബണ്ടിലൂടെ മഴക്കോട്ട് ധരിച്ച് നടന്നു പോകുമ്പോൾ ശക്തമായ കാറ്റിൽ തോട്ടിലേക്ക് വീഴുകയായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് അഗ്നിരക്ഷാ സേന എത്തിയാണ് മൃതദേഹം കണ്ടെടുത്തത്. കോഴിക്കോടും ആലുവയിലും കനത്ത മഴയെ തുടർന്ന് റെയിൽവേ ട്രാക്കിലേക്ക് മരം കടപുഴകി വീണു. കോഴിക്കോട് അരിക്കാടുണ്ടായ ചുഴലിക്കാറ്റിൽ റെയിൽവേ ട്രാക്കിലേക്ക് 3 മരങ്ങൾ കടപുഴകി വീണു. വീടിൻ്റെ മേൽക്കൂര റെയിൽവേ ട്രാക്കിലേക്ക് പറന്നു വീണു. റെയിൽവേ ട്രാക്കിൻ്റെ വൈദ്യുതി ലൈൻ ഉൾപ്പെടെ കാറ്റിൽ തകർന്നു. അപകടത്തെ തുടർന്ന് ട്രെയിൻ സർവീസുകൾ താറുമാറായി. കൊച്ചി, ആലുവ, അമ്പാട്ടുകാവിലാണ് റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണത്. ഇരുഭാഗത്തേക്കുമുള്ള ട്രാക്കുകളിലും മരം വീണത് ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചു. നിരവധി ട്രെയിനുകൾ വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഇന്ന് മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിന്നൽ ചുഴലിയിൽ ചാലക്കുടിയിൽ വ്യാപകമായ നാശനഷ്ടം. പടിഞ്ഞാറെ ചാലക്കുടി മേഖലയിലാണ് മിന്നൽ ചുഴലി വീശിയത്. നിമിഷങ്ങൾ മാത്രമാണ് കാറ്റടിച്ചത്. നിരവധി വീടുകളുടെ മേൽക്കൂരകൾ പറന്നുപോയി. മരങ്ങൾ കടപുഴകി വീണു. വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കനത്ത കാലവർഷത്തിലും ഈ പ്രദേശത്ത് മിന്നൽ ചുഴലി അനുഭവപ്പെട്ടിരുന്നു. കവുങ്ങ്, തെങ്ങ്, ജാതി, ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവ വ്യാപകമായി നശിച്ചു. ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി വിതരണം നിലച്ചു. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി. KPCC നൽകിയ പേര് അംഗീകരിച്ച് AICC സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന PV അൻവറിൻ്റെ ആവശ്യത്തിന് UDF വഴങ്ങിയില്ല. VS ജോയിയെ ഉന്നയിപ്പിച്ചാണ് കേരള ഘടകം ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് ഹൈക്കമാൻഡിന് നൽകിയത്. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ അതൃപ്തി വ്യക്തമാക്കി PV അൻവർ. CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനടക്കം ശ്രമിച്ച ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂരിലെ ജനങ്ങൾക്ക് താൽപ്പര്യമില്ലെന്നും ഗോഡ് ഫാദർ ഇല്ലാത്തതിനാൽ കോൺഗ്രസ് VS ജോയി തഴയപ്പെട്ടുവെന്നും PV അൻവർ പരസ്യമായി തുറന്നടിച്ചു. കേരളത്തിലെ നേതാക്കൾ ഏകകണ്ഠമായി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിത്വമാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റേതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുമെന്നും ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. PV അൻവറിനെ UDFിൻ്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അത് എങ്ങനെ വേണമെന്ന് എല്ലാവരുമായും ചർച്ച ചെയ്ത് ഉടൻ തീരുമാനിക്കുമെന്നും അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നത് മാധ്യമങ്ങളുടെ സാങ്കല്പിക ചോദ്യമാണെന്നും സതീശൻ അഭിപ്രായപ്പെട്ടു. കരുവന്നൂർ കേസിലെ ED കുറ്റപത്രം രാഷ്ട്രീയ പ്രേരിതമെന്ന് MC മൊയ്തീൻ. മാധ്യമങ്ങളിൽ നിന്നാണ് കുറ്റപത്രത്തിൽ പേരുണ്ടെന്ന വിവരമറിഞ്ഞ് ഭരണകക്ഷിക്ക് വേണ്ടി നിലകൊള്ളുന്ന അന്വേഷണ ഏജൻസിയാണ് ED എന്നും എങ്ങനെയാണ് ED കേസുകൾ കൈകാര്യം ചെയ്യുന്നതെന്ന് രാജ്യം കണ്ടതാണെന്നും പ്രത്യേകിച്ച് കേരളത്തിൽ EDയുടെ രീതി എല്ലാവർക്കും വ്യക്തമാണെന്നും AC മൊയ്തീൻ ആരോപിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പാർട്ടിയെയും നേതാക്കളെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതിചേർത്ത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ആ ഗൂഢാലോചന തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്നും അത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പുതിയ പോലീസ് മേധാവിക്കായി സംസ്ഥാനം 6 പേരുടെ പട്ടിക കേന്ദ്രത്തിന് കൈമാറി. നിതിൻ അഗർവാൾ, റവാഡോ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത്
MR അജിത് കുമാർ എന്നിവരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കൈമാറിയ പേരുകളിൽ നിന്നും 3 പേരെ കേന്ദ്രം തെരഞ്ഞെടുത്ത് കേരളത്തെ അറിയിക്കും. അതിൽ ഒരാളെ മന്ത്രിസഭായോഗം പുതിയ പോലീസ് മേധാവിയായി നിയമിക്കും. വിദ്യാലയങ്ങളിലെ പോക്സോ കേസ് പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി പറഞ്ഞു. ഇതിന് പോലീസിന്റെ ശക്തമായ പിന്തുണ ഉണ്ടാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ സെക്കൻഡറി സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കെതിരെ നിലവിൽ റിപ്പോർട്ട് ചെയ്ത പോക്സോ കേസുകളുടെ എണ്ണം 77 ആണെന്നും ഇതിൽ 9 പേരെ പിരിച്ചുവിടുകയും ഒരാൾക്ക് നിർബന്ധിത പെൻഷൻ നൽകിയെന്നും 45 ജീവനക്കാർക്കെതിരെ കർശനമായ മറ്റ് അച്ചടക്ക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ബാക്കി കേസുകളിൽ ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിച്ചു വരുന്നുവെന്നും മന്ത്രി വിശദീകരിച്ചു. കൊച്ചി തീരത്തിന് സമീപം മുങ്ങിയ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ കൊല്ലം, ആലപ്പുഴ തീരങ്ങളിൽ അടിയുന്നു. ശക്തികുളങ്ങര, ചെറിയകീഴ്, നീണ്ടകര തുടങ്ങിയ കൊല്ലത്തെ തീരങ്ങളിലായി ഇതുവരെ 27 കണ്ടെയ്നറുകൾ അടിഞ്ഞു. ഇതിൽ 4 എണ്ണത്തിൽ അപകടകരമല്ലാത്ത വസ്തുക്കൾ കണ്ടെത്തി. കപ്പൽ കമ്പനിയായ MSC നിയോഗിച്ച സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. കേരളത്തിന്റെ സമുദ്രാതിർത്തിയിൽ കപ്പൽ മുങ്ങിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തി. തീരപ്രദേശത്ത് ഉള്ളവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി. കപ്പലിൽ 643 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. ഇവയിൽ 73 എണ്ണം കാലി കണ്ടെയ്നറുകൾ ആണ്. 13 എണ്ണത്തിൽ ചില അപകടകരമായ വസ്തുക്കളാണ്. കോസ്റ്റ് ഗാർഡ് 2 കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണ പടരുന്നത് തടയാൻ നടപടി സ്വീകരിച്ചിരുന്നു. ഒരു ഡോണിയൻ വിമാനം ഉപയോഗിച്ച് എണ്ണ നശിപ്പിക്കാൻ പൊടി തളിക്കുന്ന ജോലി പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ സുഗാന്ത് സുരേഷ് കീഴടങ്ങി. കൊച്ചി DCP ഓഫീസിലാണ് പ്രതി സുഗാന്ത് സുരേഷ് കീഴടങ്ങി. സുഗാന്തിനെ പ്രതി ചേർത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിടികൂടാത്തതിൽ പോലീസിനെതിരെ യുവതിയുടെ കുടുംബം ആരോപണം ഉയർത്തിയതോടെയാണ് പ്രതി കൊച്ചിയിൽ കീഴടങ്ങി. ഇന്നലെ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രതി കൊച്ചി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലെത്തി കീഴടങ്ങി. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിനു ശേഷം 2 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് സുഗാന്തിന്റെ നാടകീയമായ കീഴടങ്ങൽ. നടൻ ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്ത് പോലീസ്. നടൻ തന്നെ മർദ്ദിച്ചുവെന്ന് മാനേജർ വിപിൻ കുമാർ പരാതി നൽകിയതിന് പിന്നാലെയാണ് നടപടി. കൊച്ചിയിലെ തന്റെ ഫ്ളാറ്റിലെത്തി മർദ്ദിച്ചു എന്നാണ് വിപിൻ കുമാർ പരാതി നൽകിയത്. വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസെടുത്തത്. പാലക്കാട് മണ്ണാർക്കാട് അരിയൂർ പാലത്തിന് സമീപം സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഇയാളെയും പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പാലക്കാട് ഭാഗത്തുനിന്ന് വരുന്ന സന ബസ്സും മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് വരുന്ന കരിങ്കല്ലത്താണി ഭാഗത്തേക്ക് പോകുന്ന ബ്രൈറ്റ് ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്തി ഗ്രീൻ ഷോപ്പിയുടെ നല്ല കുടിവെള്ളം പദ്ധതിയിൽ ഏറ്റവും ചെറിയ വിലക്കൊരു വാട്ടർ പ്യൂരിഫയർ എത്തിയിരിക്കും. 2 സ്റ്റേജ് വാട്ടർ പ്യൂരിഫയർ. ഈ വാട്ടർ പ്യൂരിഫയറിന്റെ MRP 1900 രൂപ. 500 രൂപ ഓഫറിന് കഴിച്ച് 1400 രൂപ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും ഫ്രീ ഡെലിവറി ഉണ്ട്. 9447151447 കീയോടുകൂടി ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ.